അപ്പൊ ഈ കട്ടയുണ്ടല്ലോ പോറോത്തും HP ബ്രിക്ക്, അത് ഉരുഡീസ് കട്ടയാണെന്ന് എല്ലാവരും പറയും. അത് തന്നെയല്ലേ ഇത് എന്ന് പറയും. സിമിലർ ആണ്, പക്ഷെ രണ്ടും സെയിം അല്ല. ഉരുഡീസ് കട്ട ഒരു സ്ഥലത്ത് ഇരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇത് തന്നെയാന്ന് തോന്നും, കാരണം ഇതിന്റെ ഹൊറിസോണ്ടൽ ഹോൾസ് അല്ലേ വരണത്. പക്ഷെ രണ്ടും സൈസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, അതിന്റെ റോ മെറ്റീരിയൽസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, അത് ഫയർ ചെയ്യുന്ന ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, എല്ലാത്തിലും. പിന്നെ അതിന്റെ സൈസ് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ എല്ലാ കാര്യത്തിലും കാണാൻ സിമിലർ ആണെന്നുള്ളൂ, വെയിറ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിൽ കളിമണ്ണിന്റെ ഒരു പ്രശ്നമുള്ള, അതാണ് ഞാൻ റോ മെറ്റീരിയലിന് എടുത്ത് പറഞ്ഞത്. മണ്ണ് മിക്സിങ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ധാരാളമായിട്ട് അത് വരുന്നുണ്ട്, കളറിലും വ്യത്യാസം ഉണ്ടായിരിക്കും. മണ്ണ് മിക്സിങ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ് കിട്ടില്ല. അതായത് ഇപ്പൊ ഡാംനെസ് ഇഷ്യൂസ് ഉണ്ടാവില്ല എന്നോ, ചെതല് പിടിക്കില്ല എന്നോ, അങ്ങനത്തെ പ്രശ്നം പറയാൻ പറ്റില്ല. കാരണം മണ്ണുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വെള്ളം വലിക്കും, അപ്പൊ ചെതല് വരും, വെയിറ്റ് കൂടും, അങ്ങനത്തെ കാര്യങ്ങൾ ഉരുഡീസ് കട്ടയിൽ വരും. അപ്പോ പൊറത്തും ഉരുഡീസും സെയിം അല്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അപ്പൊ ഉരുഡീസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും നമുക്ക് ലോഡ് ബെയറിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്നും അങ്ങനെ ആൾക്കാർ പറയും. കാരണം അത് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു സാധനമാണല്ലോ. കുറച്ചും കൂടി ആളുകൾക്ക്, പഴയ ആളുകൾക്കൊക്കെ പ്രത്യേകിച്ച് അറിയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു കമ്പാരിസൺ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മുടെ പൊറത്തും അതും വേറെ വേറെ പ്രൊഡക്റ്റ് ആണ്, സിമിലർ ആണ്. രണ്ടും ഹോളോ ക്ലേ ബ്രിക്സിന്റെ കാറ്റഗറി തന്നെ വരുന്നതാണെന്ന് മാത്രം.